24 വയസ്സുള്ള ഒരു യുവാവിൻ്റെ ദുഃഖമാണ് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. ഇദ്ദേഹത്തിന് കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ഡൈവോഴ്സി ആയിട്ടുള്ള സ്ത്രീ, വിവാഹമോചനം നേടിയ ആളാണ്. അവരുമായിട്ടൊരടുപ്പം വന്നു. ആ അടുപ്പത്തിലൊരു 3-4 തവണ ബന്ധപ്പെട്ടു. യുവാവിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, അവർക്ക് തൃപ്തി ഉണ്ടാക്കി കൊടുക്കാൻ എനിക്കായില്ല. ഫോർപ്ലേയുടെ സമയത്ത് തന്നെ ചില ദിവസങ്ങളിൽ ശുക്ലവിസർജനം നടന്നുപോയി. മറ്റൊന്ന്, ചില ദിവസങ്ങളിൽ വേണ്ടത്ര ഉദ്ധാരണം ഉണ്ടായില്ല. യുവാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ലൈംഗിക ബന്ധമാണിത്. അവിടെ ചെന്നപ്പോൾ തന്നെ പല ഉത്കണ്ഠയും ഉണ്ടായിരുന്നു. ആ സ്ത്രീയുടെ വീട്ടിൽ വെച്ചാണ് ബന്ധപ്പെട്ടത്. ആരെങ്കിലും വന്ന് കണ്ടുപിടിക്കുമോ? കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് നിർബന്ധിച്ച് ഇവളെ വിവാഹം കഴിക്കേണ്ട സ്ഥിതി വരുമോ? അല്ലെങ്കിൽ മറ്റുള്ളവർ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ഭാവി എന്താകും? തുടങ്ങിയ അനവധി ആകുലതകളോടെയാണ് ആ സ്ത്രീ നിർബന്ധിച്ചപ്പോൾ ആ വീട്ടിലെത്തിയതും ബന്ധത്തിന് ശ്രമിച്ചതും. അവസാനം 4-5 തവണത്തെ ബന്ധത്തിന് ശേഷം പറഞ്ഞു, നിങ്ങൾക്കിതിനെ കൊണ്ടൊന്നും കഴിയില്ല, നിങ്ങൾക്കൊന്നും കഴിയില്ല, ഒരു സ്ത്രീയെയും തൃപ്തിപ്പെടുത്താൻ കഴിയില്ല. അതോടെ ആ യുവാവ് വളരെയധികം ദുഃഖാകുലനായി, വിഷമമായി, സങ്കടമായി, കരച്ചിലായി. അങ്ങനൊരു സന്ദർഭത്തിൽ ഒരു ഫിസിഷ്യനെ പോയി കണ്ടു. ആ ഫിസിഷ്യനാണ് അദ്ദേഹത്തെ, നിങ്ങൾക്ക് കാര്യമായിട്ട് പ്രശ്നമൊന്നും ഉണ്ടാവില്ല, നിങ്ങൾ അതിന് എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു സ്ഥലത്ത് പോയിട്ടൊന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞ് ഇവിടേക്ക് വിട്ടു. ഇവിടെ ഞങ്ങൾ വേണ്ട ടെസ്റ്റുകളൊക്കെ ചെയ്തു. ആ യുവാവ് പെർഫെക്റ്റ്ലി ഓക്കെയാണ്. പക്ഷേ ഇങ്ങനെ ഒരു അവിഹിത ബന്ധത്തിന് പോയപ്പോൾ ഉണ്ടായ ആശങ്കകളാണ് അദ്ദേഹത്തിന് പരാജയം നൽകിയത്. അപ്പോൾ ഇത്തരം ബന്ധങ്ങൾക്ക് പോകണമെന്നോ പോകണ്ടെന്നോ ഞാൻ പറയുന്നില്ല. അത് നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങളുടെ ധാർമ്മിക മൂല്യങ്ങൾക്ക് അനുസരിച്ച് നിങ്ങൾ സ്വയം എടുക്കേണ്ട തീരുമാനമാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഇത്തരത്തിലുള്ള ചില അനുഭവങ്ങൾ വരുന്നു. ആ അനുഭവങ്ങൾ വ്യക്തികളെ മാനസികമായിട്ട് തകർത്ത് കളയുന്നു. അപ്പോൾ ഇങ്ങനെ ആകുലതയും ടെൻഷനും ഒക്കെയുള്ള വ്യക്തികൾ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും കൂടുതൽ ഉചിതം. ഇനിയും അഥവാ അങ്ങനെ എന്തെങ്കിലും അബദ്ധത്തിൽപ്പെട്ടാൽ ഇതിനെയെല്ലാം പരിഹരിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇങ്ങനെ ഒരു വ്യക്തിയല്ല, അനവധി വ്യക്തികളിങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്.